ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചാണ്. അതായത് പതിവായി ചെയ്യുന്ന കാര്യങ്ങളും ലോകസത്യങ്ങളും പറയാനാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ഹാബിച്വൽ ആക്ഷൻസ് ആൻഡ് ദ യൂണിവേഴ്സൽ ട്രൂത്ത്സ്. ഡു ഓർ ഡസ് ആർ ദ ഓക്സിലറി വേർബ്സ് ഓർ ഹെൽപ്പിംഗ് വേർബ്സ് ഓഫ് ദിസ് ടെൻസ്. ഈ ടെൻസിൽ ഡു ഓ ഡസോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടെൻസ്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ടെൻസാണ്. നമ്മൾ സാധാരണഗതിയിൽ ആരും ഇംഗ്ലീഷ് അറിയാത്തവരും ഈ ING ഫോം വെച്ചിട്ട് കൃത്യമായിട്ട് ചിലപ്പോൾ നമ്മൾ വളരെ കൃത്യമല്ലാത്ത രീതിയിലും ഇംഗ്ലീഷ് പറയാറുണ്ട്. സോ എല്ലാവർക്കും ഗോയിങ്, വാക്കിംഗ് എന്നുള്ള വാക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ, ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത വാചകങ്ങൾ പറയാൻ നമ്മൾ ING ഫോം ഉപയോഗിച്ച് പഠിക്കുന്നു. ഒരു തമാശയ്ക്ക് പറയുമ്പോൾ ഞാൻ പോകട്ടെ എന്ന് ഇംഗ്ലീഷ് അറിയാത്ത ഒരാളോട് പറയുമ്പോൾ ഐ ആം ഗോയിങ് എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ING ഫോം ഉപയോഗിച്ച് നമ്മൾ പറയാറുണ്ട്. അത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ING ഫോം ഉപയോഗിക്കുന്നതെന്നും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം എന്താണെന്നുമാണ് ഇതിൽ പഠിക്കുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വാക്ക് ഉദ്ദേശിക്കുന്നത് പോലെ വർത്തമാനകാലത്തിൽ തുടരുന്ന ഒരു പ്രക്രിയയാണ്. വർത്തമാനകാലം എന്നാണ് പ്രസൻറ്റ് ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ തുടർച്ചയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേരർത്ഥമാക്കുന്നത് പോലെ തന്നെ വർത്തമാനകാലത്തിൽ തുടരുന്ന ഒരു പ്രക്രിയയെ സൂചിപ്പിക്കാൻ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. വർത്തമാനകാലത്തിൽ തുടരുന്ന ഒരു പ്രക്രിയയെ സൂചിപ്പിക്കാൻ present continuous tense is used to express an action which is continuing in the present. വർത്തമാനകാലത്തിൽ തുടരുന്ന ഒരു പ്രക്രിയയെ സൂചിപ്പിക്കാനാണ്. നമ്മളിപ്പോൾ പറയുന്നത് പോലെ വർത്തമാനകാലത്തിൽ ഒരു പ്രക്രിയയെ തുടർന്നുകൊണ്ടിരിക്കുക. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചത് ലോകസത്യങ്ങളും പതിവായി ചെയ്യുന്ന കാര്യങ്ങളും പറയാനാണെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഒരു പ്രവൃത്തി ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ്. an action which is continuing in the present. an action which is present. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിച്ചത് ഓക്സിലറി വെർബ് ഡു, ഡസ് എന്നിവയാണെങ്കിൽ ഈ ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ്, ആം, ആർ എന്നിവയാണ്. ഈസ്, ആം, ആർ. സബ്ജക്റ്റിനനുസരിച്ച് ഹെൽപ്പിംഗ് വേർബിലും മാറ്റമുണ്ടാവുന്നു. ഈസ് എന്ന് ഉപയോഗിക്കുന്നത് ഹി, ഷീ, ഇറ്റ് പ്ലസ് സിംഗുലർ സബ്ജക്റ്റായി വരുമ്പോഴാണ്. ഹി, ഷീ, ഇറ്റ് പ്ലസ് സിംഗുലർ ഇവ സബ്ജക്റ്റായി കർത്താവായി വരുമ്പോഴാണ്. ആം ഉപയോഗിക്കുന്നത് ഐയുടെ കൂടെ മാത്രമാണ്. ഐ ആം. ആൻഡ് നെക്സ്റ്റ് ആർ ഉപയോഗിക്കുന്നത് യു, ദേ, വി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റായി വരുമ്പോഴാണ്. So we can put in a square. See that if the subject is he, she, it or singular, we can use is as the auxiliary verb or helping verb. And if the subject is I, we can use am as the auxiliary verb. And if the subject is you, they, we plus plural, we can use are as the auxiliary verb. ING form of the verb can be used with it. ING form of the verb can be used. വെർബിന്റെ ING ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെർബിന്റെ ING ഫോമാണ്. എല്ലാ വെർബിനും നമ്മൾ പരിഗണിക്കുന്ന രീതിയിൽ 5 ഫോം ഉണ്ട്, 5 രൂപങ്ങളുണ്ട്. ഒന്ന് ഡസ് ഫോം എന്നും, രണ്ടാമത്തത്
രണ്ടാമത്തത് പിന്നെ അതിൻ്റെ ING ഫോം എന്നും, മൂന്നാമത്തത് പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. സാധാരണഗതി നമ്മൾ ഉപയോഗിക്കുന്നത് 3 ഫോമുകളാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോം ഓഫ് ദ വേർബ്. The ING form of the verb can be used in this tense. ശ്രദ്ധിക്കേണ്ടത് present continuous tense is used to express an action which is continuing in the present, which is proceeding in the present, which is going on in the present. So that action can be seen in this tense. See that if the subject is he, if the subject is she, if the subject is it plus singular, the auxiliary verb means helping verb is, and if the subject is I, helping verb will am, you, they, we plus plural എന്നിവയാണ് സബ്ജക്റ്റ് ആയി വരുന്നതെങ്കിൽ, കർത്താവായി വരുന്നതെങ്കിൽ ആറാണ് നമ്മൾ ഹെൽപ്പിംഗ് verb ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. See that we can make some sentences. First one, if the subject is I, we can use am as the auxiliary verb. I am. The ING form of the verb can be used. I am working. I am working. Time word now എന്ന് ഉപയോഗിക്കാം. Now, at present, at this time എന്നിവയ്ക്കാണ് ഇതിലെ ടൈം വേർഡ് ആയിട്ട്. I am working now. I am working now. Yes, see that. I am working. ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാളം അതാണ്, ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I am working now. Now എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. So how can you change this sentence into negative? I am not working now. I am not working now. I am not working now. ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ല. The positive sentence. Second one is negative sentence. How can you change this sentence into question? Am I working now? Yes. Am I working now? Am I working now? Yes. ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദ്യം. So we will get the answer yes or no. Sometimes it will be yes and sometimes it will be yes. Yes or no, no എന്ന ഉത്തരം കിട്ടും. Are you working? Yes, I am working. Yes or no. I am working now. Yes. ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്. അത് സാധാരണഗതിയിൽ അത്ര ഉപയോഗം. So see that. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. See that. അടുത്തത് am വെച്ച് നമ്മൾ പഠിച്ചു. ഇനി he വെക്കുകയാണ്. He നേരത്തെ പഠിച്ചു. He അല്ലെങ്കിൽ she അല്ലെങ്കിൽ it plus singular നമ്മൾ ഉപയോഗിക്കുന്നത് is ആയിട്ടാണ്. അപ്പോൾ he is running. He is running now. He is running now. അയാളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. Now എന്നാൽ അത് ടൈം വേർഡാണ്. He is running at present. He is running at this time. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചോദിക്കാം. How can you change this sentence in negative? ഈ സെന്റൻസിനെ എങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് ആക്കാൻ പറ്റുക? He is not running. കറക്റ്റ് ആണ്. He is not running now. He is not running now. He is not running now. So this sentence also can be changed as question. Is he writing? Yes. Is he writing now? Sorry, is he running now? Is he running now? Sometimes the answer will be yes or no. മറ്റൊരു ചോദ്യം, നെഗറ്റീവ് ചോദ്യം. Isn't he running now? Isn't he running now? Isn't he running? അയാൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക അല്ലേ? ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദ്യം. ഇത് ഓടിക്കൊണ്ടിരിക്കുക അല്ലേ? Isn't he running now? Question answer would be the same, yes or no. So see that if the subject is he, we can use is as the auxiliary verb and plus ing form of the verb. Everything can be used. See that. Next one is she. She. How can you change this sentence? So she is running. She is running. Okay, now എന്ന് ചേർക്കാം. At present she is running. അതാണ് കുറച്ചും കൂടി correct. At present she is running. So she is running at present. See that. How can you change this sentence into negative? She is not running. She is not
running at present. She is not running at present. So change the sentence into question. Is she running now? Is she running now? Oh, now എന്നുള്ള പോലെ at present. Is she running at present? Yes. Yes എന്നോ no എന്നോ ഉത്തരം കിട്ടുന്നു. അടുത്ത ചോദ്യം നെഗറ്റീവ് ചോദ്യം. Isn't she running? Isn't she running? അവൾ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദ്യം. അവൾ ഓടിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദ്യം. ഇത് അവൾ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? Isn't she? പ്രസന്റ് ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. ഒരിക്കൽ കൂടി പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് an action which is continuing in the present. She is running at present. അവൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. She is not running at present. അവൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയല്ല. Is she running at present? അവൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണോ? Isn't she running at present? അവൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? ഒന്ന് ആണോ മറ്റൊന്ന് അല്ലേ? This is negative question and this is positive question. So he, she. Next, if the subject is it, എങ്ങനെ വരും നോക്കാം. ഇറ്റ്, ഇറ്റിൻ്റെ കൂടെ ഓക്സിലറി verb, helping verb we can use only is. It is singing. It is singing. Division, whatever it may be, it is singing. Negative, it is not singing. Now എന്നോ at present എന്നോ ചേർക്കാം. It is not singing. Is it singing? ചോദ്യമാണ്. Is it singing? Sometimes the answer will be yes or no. അടുത്തത് isn't it singing? Isn't it singing? ചോദ്യമാണ്. So it is singing, it is not singing, is it singing, isn't it singing? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കും. അപ്പോൾ if the subject is singular, if the subject is he, she or it, is used as the auxiliary verb or helping verb. See the next. ഏതെങ്കിലും ഒരു സിംഗുലർ സബ്ജക്റ്റ് വെച്ച് നമുക്ക് തുടങ്ങാം. ഏതെങ്കിലും ഒരു സിംഗുലർ സബ്ജക്റ്റ്. ഏതാണ് സിംഗുലർ സബ്ജക്റ്റ്? ഏതെങ്കിലും. The bird. The bird ഒരു പ്രത്യേക പക്ഷിയാണ്. The bird is flying. The bird is flying. Bird is flying. Bird എന്നുള്ളത് സിംഗുലർ ആണ്. The bird is not flying. The bird is not flying. പക്ഷി പറന്നുകൊണ്ടിരിക്കുകയല്ല. പക്ഷി ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യായിരിക്കും. The bird is not flying. Next question ആണ്. Is the bird flying? Is the bird flying? പക്ഷി പറന്നുകൊണ്ടിരിക്കുകയാണോ? പക്ഷി പറന്നുകൊണ്ടിരിക്കുകയാണോ? Isn't the bird flying? Isn't the bird flying? ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് an action continuing the present. ഓക്കെ, ഇനി നമ്മൾ ആയി വെച്ച് പഠിച്ചു, സിംഗുലർ വെച്ച് പഠിച്ചു. ഇനി നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് വെച്ച് പഠിക്കുകയാണ്. എന്താണ് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്ലൂറൽ എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. ബഹുവചനം എന്താണ്? ബഹുവചനം ഒന്നിൽ കൂടുതൽ. ഒന്നിൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ ആർ ഉപയോഗിക്കുന്നു. ദേ, യു, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ദേ, യു, വി പ്ലസ് പ്ലൂറൽ നമ്മൾ ആർ ആണ് ഉപയോഗിക്കുന്നത്. യു എന്ന് പറയുന്നത് നിങ്ങൾ, ഒന്നിലധികം ആളുകളായാലും ഒരാളായി. യു ആർ എന്തെങ്കിലും മേക്കിംഗ്. യു ആർ മേക്കിംഗ് എ കപ്പ് ഓഫ് ടീ. യു ആർ മേക്കിംഗ് എ കപ്പ് ഓഫ് ടീ. അത് നിങ്ങളൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി, ഒരു കപ്പ് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് നെഗറ്റീവ് ആക്കാൻ യു ആർ നോട്ട് മേക്കിംഗ്. യു ആർ നോട്ട് മേക്കിംഗ് a cup of tea. You are not making a cup of tea. You are not making a cup of tea. Yes, question ആണ്.
Are you making a cup of tea? Are you making a cup of tea? Are you making a cup of tea? ചോദ്യമാണ്. Are you making a cup of tea? നിങ്ങൾ ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? Are you going somewhere? Are you collecting the books? Are you thinking about me? Are you going somewhere? And are you trying to get something? ഇത്തരം കാര്യങ്ങളൊക്കെ are you വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. The question answer will be yes or no. So next question. Aren't you making? അങ്ങനെയല്ലേ? Aren't you making? Aren't you making a cup of tea? Aren't you making a cup of tea? Cup of tea. നിങ്ങൾ ഒരു ചായ ഉണ്ടാക്കുകയല്ലേ? ഇത് ചായ ഉണ്ടാക്കുകയാണോ? യെസ്, ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പറയാൻ ഇത്തരം ഇത് വെച്ച് ഉപയോഗിക്കുന്നു.